ഞാൻ കഴിക്കുന്ന സപ്ലിമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റോറി ആയി ഇടുമ്പോൾ എനിക്ക് എപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണിത്. ഈ സപ്ലിമെന്റ് ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസിൽ നിന്നെല്ലാം കിട്ടുന്നത് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അത് ഏതൊക്കെ എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഏതൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഡെഫിഷ്യന്റ് എന്നതുപോലെ ഇരിക്കും. ഈ ഡെഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു വഴി ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും. ബട്ട് എല്ലാ മൈക്രോ ന്യൂട്രിയൻസിന്റെ ലെവൽസും ബ്ലഡ് ടെസ്റ്റ് വഴി നോക്കുമ്പോൾ അക്യുറേറ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, മഗ്നീഷ്യം ലെവൽസ്, ബ്ലഡിൽ മഗ്നീഷ്യം ലെവൽ നോർമൽ ആയിരിക്കും, ബട്ട് സെൽസിൽ ആ ലെവൽ ആവണമെന്നില്ല. ഇറ്റ്സ് കോൾഡ് കമ്പാർട്ട്മെന്റൽ ഡെഫിഷ്യൻസി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അക്യുറേറ്റ് അല്ലെങ്കിൽ പിന്നെ ഡെഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? സിംറ്റംസ് വഴി. ഓരോ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും ഓരോ സിംറ്റംസ് കാണിക്കും നമ്മുടെ ബോഡിയിൽ. ഫോർ എക്സാമ്പിൾ, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഗംസിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. മസിൽ ട്വിച്ചിങ്ങോ ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറി എന്നൊക്കെ പറയാറില്ലേ, അതെല്ലാം മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആവും. ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ലാതിരിക്കുന്നതും ഹെയർ ഫോളും എല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിലേറ്റഡ് ആണ്. ഇത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയുടെ എല്ലാം ഒരു സിംറ്റംസ് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. സോ വേറൊരാൾ കഴിക്കുന്ന സപ്ലിമെന്റ്സ് അതുപോലെ കോപ്പി ചെയ്ത് കഴിക്കരുത്. ഓൾവേസ് സ്പീക്ക് വിത്ത് ആൻ എക്സ്പേർട്ട് ബിഫോർ ടേക്കിംഗ് സപ്ലിമെന്റ്സ്.